ടൊവിനോയുടെ നായികയാണ്. ഞാൻ സമ്മതിച്ചു. റൊമാൻറ്റിക് സീനുകൾ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ ഭയങ്കര കുലിച്ചതാണല്ലോ. ഇങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണോ? അല്ല, നന്നായിട്ട് കുക്ക് ചെയ്യില്ല, തിന്നാൻ വേണ്ടി മാത്രം കുക്ക് ചെയ്യും. ഇനി നീ ഷുഗറും കൂടി കട്ട് ചെയ്ത നിന്നെ കാണൂല, നീ മൊത്തത്തിൽ കട്ടായി പോകും. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. യദ്ദിക്കിൽ ഹറാമി ഇല്ലന്തസൽ അൽബിൽക. എല്ലാം മനസ്സിലായി. തളരരുത് രാമകുട്ടി, തളരരുത്. ഇല്ലുമിനാറ്റിന്റെ ആള് പറഞ്ഞിട്ട് ഇനി ആ പാട്ട് പാടരുത് എന്ന്. ഗംഭീര പായസ. ഹായ്, എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലെ. ഈ ഓണം ഒന്ന് കളറാക്കാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്വന്തം സുരഭി ലക്ഷ്മിയാണ്. ഹലോ. ഹലോ. എന്താണ് ഓണമൊക്കെ എന്തായി? ഓണം ഞങ്ങളുടെ ARMന്റെ പ്രൊമോഷനുമായിട്ട് തകൃതിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇത്തവണത്തെ ഓണം ARMനൊപ്പമാണ്. ARMനൊപ്പമാണ് ആണ്. അപ്പൊ ഇന്ന് ചേച്ചി നമ്മളോടൊപ്പം വന്നിട്ടുള്ളത് നമുക്ക് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കി തരാനാണ്. എന്താണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട്? അത് ഞാൻ ഉണ്ടാക്കാൻ വന്ന ഡിഷ് വേറെ ആയിരുന്നു. അത് ചെറുപയർ പായസമായിരുന്നു. അപ്പൊ ഇവക്ക് അത് ചെറുപയർ പായസം ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പാലട ഇഷ്ടമാണെങ്കിൽ അത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കൊണ്ട് പാലട ഉണ്ടാക്കിയിട്ടേ ഇവൾ അടങ്ങും, ഉണ്ടാക്കിപ്പിച്ചിട്ടേ വിടുള്ളൂ. എന്തായാലും പാലട ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല, എന്നാ പക്ഷെ എനിക്ക് പാലട ഇഷ്ടമാണ്. ആദ്യം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് നമ്മളുടെ ഈ ഒരു ഉരുളി ഇതൊന്ന് ചൂടാക്കണം. നീ അടുക്കളയിലൊക്കെ കയറാറുണ്ടോ? വല്ലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ. ചൂടാവട്ടെ. ചേച്ചി ഇങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണോ? അല്ല, നന്നായിട്ട് കുക്ക് ചെയ്യില്ല, തിന്നാൻ വേണ്ടി മാത്രം കുക്ക് ചെയ്യും. ഇത് പൊട്ടിക്കൂ അസിസ്റ്റന്റ്. ഓക്കെ, എന്നെ അസിസ്റ്റന്റ് ആക്കുവാണല്ലേ? അതെ, നിനക്കല്ലേ പാലട കുടിക്കേണ്ടത്. അതെ, അതുകൊണ്ട് ഞാൻ ഓക്കെ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കണം. ഞാൻ എൻ്റെ ചേച്ചിയുടെ പിള്ളേരെയൊക്കെ അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്റെ അടിമയാണ്. അപ്പൊ അതുപോലെ അപ്പൊ ഞാൻ ഈ പരിപാടി കഴിയുന്നവരെ ഇങ്ങനെ അടിമയായി. എന്റെ അടിമക്കണ്ണാണ്. ചേച്ചിക്ക് ശരിക്കും ഈ ഓണത്തിന്റെ സദ്യ എന്ന് പറയുമ്പോ അല്ലേ, സദ്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ? അവിയല്. അവിയല്. ഇനി നമ്മള് എനിക്ക് മുന്തിരി ഇഷ്ടമാണോ? മുന്തിരി ഇഷ്ടം. ഇത് നമ്മള് ഓക്കെ വറുത്ത് കോരി വെക്കണം. തീ ഇത്തിരി കൂടുതലാണോ? അല്ല, തീ സിമ്മിലാ. നല്ല ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. കുറച്ച് കാഷ്യൂ. ഇത്തവണത്തെ ഓണം എങ്ങനെയാ? ARMന്റെ പ്രൊമോഷനായിട്ട് ഓടുന്നതുകൊണ്ട് മിക്കവാറും എറണാകുളത്തോ അല്ലെങ്കിൽ ചിലപ്പോ വേറെ ഏതെങ്കിലും നാട്ടിലേക്കോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. തിയേറ്റർ വിസിറ്റും ഇതൊക്കെ ആയിട്ട് എന്തായാലും വീട്ടിലായിരിക്കില്ല എന്നുള്ളത്. സാധാരണ എങ്ങനെയാ വീട്ടിലുണ്ടാവാറുണ്ടോ എല്ലാ ഓണത്തിനും? പിന്നെ എല്ലാ ഓണത്തിനും ഒന്നും ഉണ്ടാവില്ല. മിക്കവാറും ഓണം വിഷു ഒക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ചാടി പോവാൻ ശ്രമിക്കാറുണ്ട്. ലൊക്കേഷനിലായിരിക്കും അല്ലേ കൂടുതലും? അതിന് മാത്രം സിനിമയൊന്നും ഓണക്കാലത്ത് ഉണ്ടാവാറില്ല. എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ആയിട്ടുണ്ടാവും. പലപ്പോഴും പ്രോഗ്രാമായിട്ട് വെളിയിലാണ് ഉണ്ടാവാറ്. ഞങ്ങളെ സ്റ്റേജ് ഷോയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഓണാഘോഷ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും ഗൾഫ് നാടുകളിലായിരുന്നു ഉണ്ടാവാറ്. ഇതൊന്ന് കുറച്ചൊന്ന് മൂത്ത് വരണം കേട്ടോ. ഓക്കെ, നമ്മള് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് മൂത്തില്ലേ? ഇനി എന്താ ചെയ്യോ? അതായത് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു നിന്നാല് കരിഞ്ഞു പോകും. പിന്നെ ഒരു കരിഞ്ഞ പാചകമാവും ഇത്. അതുകൊണ്ട് നമ്മളിത് കുറച്ചൊന്ന് വറുത്ത് കോരിട്ട് ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്താൽ മതി. കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നീ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള എൻ്റെ ഒരു വിശ്വാസം. കുറച്ച് കരിഞ്ഞാലും പ്രശ്നമില്ല, കാരണം അത് ഓൾറെഡി കളർ അങ്ങനെ ആയതുകൊണ്ട് പ്രശ്നമില്ല. നീ വല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ, ഞാനാണല്ലോ പായസം കുടിക്കണ്ടേ. ഇനി നമ്മള് ഈ പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. പക്ഷെ ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിളച്ച വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇതിലേക്ക് വെള്ളം വരുന്ന സമയത്ത് ഭയങ്കര നോക്കി ഒഴിക്കണേ, അപകടകരമായ കെയർ. അതെ. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഈ കാഷ്യൂ ഒക്കെ നെയ്യിലാണല്ലോ ചെയ്തത്, ആ നെയ്യിലേക്ക് ഒഴിച്ചോണ്ട് കുഴപ്പമില്ല അല്ലേ? ഈ നെയ്യ് എവിടുന്നാ ഉണ്ടാവുന്നത്? അല്ല, അതെ, എന്നാലും ചോദിക്കണല്ലോ. നെയ്യ് പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ. നെയ്യ് പാലിൽ നിന്നാണല്ലോ. അതെ, അപ്പൊ ഇതൊക്കെ അതിന്റെ ബൈ പ്രോഡക്ട്സാ. പക്ഷെ മോരൊഴിക്കരുത്, അത്രേ ഉള്ളൂ. അപ്പൊ പാല് പിരിയും. നെയ്യ്ക്ക് കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ പാലൊന്ന് കുറച്ചൊന്ന് ചൂടായിട്ട് വരണം. ഓക്കെ, തിളയ്ക്കണം. അപ്പൊ നമ്മൾ ബാക്ക് ടു ARMലേക്ക് വരാം. സാധാരണ നമ്മള് സുരഭി ചേച്ചീനെ വേറെ ക്യാരക്ടേഴ്സിലാണല്ലോ കാണാം. അപ്പൊ ഈ ARMലേക്ക് വരുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ടൊവിനോയുടെ നായികയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നായികയായിട്ട് വരുന്നു ടൊവിനോടൊപ്പം. അല്ല, ഞാൻ മാത്രമല്ല, അതിൽ മൂന്ന് പേരുണ്ട്. ഐശ്വര്യ രാജേഷ് ഉണ്ട്, കൃതി ഷെട്ടി ഉണ്ട്, പിന്നെ ഞാനും. അപ്പം ഇത് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ വരുന്ന പാൻ ഇന്ത്യൻ ലെവലിൽ എന്ന് പറയുന്നത് നമ്മളെ എല്ലാ ഭാഷകളിലും ഈ സിനിമ വരുന്നുണ്ട്. ടൊവിയെ സംബന്ധിച്ചിടത്തോളം ഇത് 50ാമത്തെ സിനിമയാണ്. TT50 എന്ന് പറഞ്ഞാൽ 50ാമത്തെ സിനിമയാണ്. പിന്നെ മലയാളികളെ സംബന്ധിച്ച് നമുക്കൊരു അഭിമാനിക്കാം, ഇതൊരു 3Dയിലാണ്
വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സിനിമയുടെ ഭാഗമായിട്ട് വരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ ശക്തമായിട്ട് പുള്ളി തന്നെ പുള്ളിയുടെ ക്യാരക്ടറിനോട് മത്സരിക്കുകയാണ് 3 കഥാപാത്രങ്ങളോട് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകത ഉള്ള സിനിമയാണ്. അതിൽ മണിയൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയായിട്ട് മാണിക്യം എന്ന് പറയുന്ന ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാണിക്യം ശരിക്കും മാണിക്യമാണോ? നിനക്കറിയാവുന്ന മാണിക്യം എന്താണ്? മാണിക്യം നമ്മൾ പറയില്ലേ, മറ്റേ പവിഴവും മാണിക്യം എന്നൊക്കെ പറയുന്ന പോലത്തെ മാണിക്യം, നാഗമാണിക്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെ, ആ മാണിക്യം പോലെയാണോ? ആ മാണിക്യം പോലത്തെ ഒരു മാണിക്യമാണ്. അപ്പം ആ മണിയന്റെ വൈഫായിട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് പിന്നെ എൻ്റെ മകളായിട്ട് രോഹിണി ചേച്ചിയാണ് അഭിനയിക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് പ്രായമാവും. പിന്നെ എൻ്റെ മകളുടെ മകനായിട്ടാണ് ടൊവിനോ വീണ്ടും വരുന്നത്. അപ്പം ആ സിനിമയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യാരക്ടറും ഈ പറഞ്ഞതുപോലെ നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടൊവിനോന്റെ പേര് എന്നുള്ള ഇതുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്. മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഇടയ്ക്ക് പായസം ശ്രദ്ധിക്കണേ. പായസം അല്ലടാ, ഇതാവട്ടെ. ഓക്കെ, തളച്ചുകൊണ്ടിരിക്കുകയാണ്. തളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഈ സിനിമയിലേക്ക് വിളിച്ച സമയത്തെ ടൊവിനോയുടെ നായിക എന്ന് പറഞ്ഞപ്പോ ഞെട്ടിയോ? ശരിക്കും ഞെട്ടലുണ്ടായിരുന്നോ? ഞെട്ടൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഞെട്ടലല്ല. ജിതിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട്, ഇതിന്റെ ഡയറക്ടർ. അപ്പൊ അദ്ദേഹം എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ഒരു കുട്ടി നിക്കറൊക്കെ ഇട്ട് അതിൽ ഓടി നടക്കുന്ന അവനെ കണ്ടപ്പോ ചിലപ്പോൾ അവൻ ഭാവിയിൽ പടം എടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ചാൻസ് ചോദിച്ചതാ. അതിപ്പോഴും ഇപ്പൊ നമുക്കറിയാം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ അവരാണല്ലോ ഇനി ഭാവിയിൽ സിനിമ എടുക്കുന്ന ആളുകൾ. അപ്പം ആ രീതിയിൽ ഞാൻ എടാ നീ പടം എടുക്കുമ്പോ എന്നെ വിളിക്കോടാ എന്നൊക്കെ ചോദിച്ച് അപ്പൊ അവിടെ ടേക്ക് റെഡി ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി വന്ന് ആ ഷോട്ടിൽ അഭിനയിച്ച കാത്തിരുന്നുള്ള ആ പാട്ടില് ഇവർക്ക് പാർവതിക്ക് ഞാനൊരു കത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ സീനിന്റെ തൊട്ട് മുമ്പുള്ള അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാൻ അധികം ഒന്നും അവരെല്ലാവരോടും സംസാരിച്ചിട്ട് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ ആ സിനിമയിൽ ടൊവി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് യൂനോ കാർഡ് കളിക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇളക്കിക്കോളൂ അതല്ല രണ്ടും കൂടെ എനിക്ക് പറഞ്ഞോളൂ ഇങ്ങനെ ടൊവിന്റെ നായികയായിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പം ചോദിച്ചു ടൊവിനോ സമ്മതിച്ചു എന്ന് തന്നെയാണോ വിളിച്ചതൊക്കെ? ഇല്ല, അതുകൊണ്ടല്ലേ നമ്മൾ കോമഡി ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഞാനിനി എന്തെങ്കിലും സൗന്ദര്യപരമായിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മള് എന്താ പറയാ ഒരു മേക്ക് ഓവർ മാതിരി എന്തെങ്കിലും ഒക്കെ വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ വന്ന് അഭിനയിച്ചാൽ മാത്രം മതി, അഭിനയം മാത്രമാണ് നമ്മൾ. അല്ലടാ ഞാൻ ചോദിക്കാണ്. ഇല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ തെലുങ്കിൽ നിന്ന് കൃതി ഷെട്ടിയും തമിഴിൽ നിന്ന് ഐശ്വര്യ രാജേഷും ഒക്കെ ഉണ്ട്, നിങ്ങളുടെ അഭിനയമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയത്. അപ്പോൾ വേറെ തീവണ്ടി ABCD ടോയ് വരുന്നേ ഉള്ളൂ. അപ്പം ഞാനും കാലടിയിൽ നിന്ന് വന്നിട്ടാണ് അത് ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പയ്യൻ അവിടെ ഇരിക്കുന്നു. ചെറിയ പയ്യൻ എന്ന് വെച്ചാൽ നമ്മളതില്ലേ എന്താണ് എൻ്റെ പേരെന്താ, അത് നീ ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താ വേഷം? ആണല്ലേ, ഓക്കെ ശരി, നമ്മൾ അവിടെ ഇരിക്കട്ടെ എന്ന് പെൺകുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ ചെറിയൊരു റൗഡിത്തരത്തിൽ, കാരണം അവൻ ഭയങ്കര പാവമായിട്ടൊക്കെ അന്ന് ഇരിക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പോഴും ഓരോ സിനിമ കണ്ടാലും അന്ന് മുതലുള്ള ആ ഒരു ബന്ധമുണ്ട്. ഓരോ സിനിമ കണ്ടാലും ഇന്ന നന്നായി ഇന്ന മോശമായി എന്നൊക്കെ നമുക്ക് തുറന്ന് പറയാം. ഒരു ഈഗോ ഒന്നുമില്ല. അങ്ങനെയല്ല. അപ്പൊ ആ ഒരു റെസ്പെക്ട് നമ്മളോടും തിരിച്ച് അങ്ങനെയുള്ളൊരു ഒരാളാണ് ടൊവിനോ. അങ്ങനെയാണ്. അപ്പൊ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഓണം ARM കൊണ്ടുപോകും തോന്നുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ ഞങ്ങൾ കൊണ്ടുപോകാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പോ ARM ആണ് എല്ലാ വിശേഷം. അതെ, അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ബറോസ് വരുമെന്ന് വിചാരിച്ചു, പക്ഷെ ബറോസിന്റെ ഇത് മാറ്റി വെച്ചു. അതെ. അപ്പം കുറച്ചും കൂടി മലയാളത്തിന് ഇപ്പൊ വലിയ അവകാശവാദങ്ങളൊന്നും അല്ല. എല്ലാവർക്കും ഫാമിലിയോട് കൂടിയിട്ട് ഒരു ഓണസദ്യ കഴിഞ്ഞിട്ട് ഫാമിലിയോട് കൂടിയിട്ട് ഇരുന്ന് കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് 3D ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഓണസദ്യ പോലുള്ള ഒരു സിനിമയാണ്. മാർക്കിടുക എന്നുള്ള രീതിയിൽ പെന്നും പേപ്പറുമായിട്ട് വന്ന് ഇവിടെ ശരിയായില്ല, അത് കുറച്ചുകൂടി നന്ന അങ്ങനെയുള്ള ഇതിലല്ല. നമ്മൾ തുറന്ന മനസ്സോട് കൂടിയിട്ട് നമ്മളുടെ ഒരു മലയാള സിനിമ ഈ ഒരു നമ്മളുടെ ഒരു ബഡ്ജറ്റിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സോട് കൂടി, ഒരു തുറന്ന മനസ്സോട് കൂടിയിട്ട് വന്നാൽ നിങ്ങൾക്ക് നിരാശപ്പെടാം. ഉറപ്പായിട്ടും ഇഷ്ടാവും എന്തായാലും. അതെ. അപ്പൊ നമ്മുടെ പായസം തളച്ചു തുടങ്ങി കേട്ടോ, വർത്താനം പറഞ്ഞ്. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? അതെടുത്തിട്ട് ഇതിലേക്ക് ഇടണം.
അതായത് പതുക്കെ മെല്ലെ മെല്ലെ ഞാട്ടോട്ടെ ആ അങ്ങനെയല്ലടാ സൈഡ് നടണ്ടേ. ആ എക്സ്പേർട്ട് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അധികം ഇത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടാൽ നല്ലതാണ്. ആണല്ലേ. ആ നീ ഉപ്പുമാവ് ഉണ്ടാക്കി അമ്മ വീട്ടില് ഫുഡ് ഉണ്ടാക്കി തരുമ്പോ പോയിരുന്ന് കഴിക്കുന്നു, അതാണല്ലോ പരിപാടി. ആ പക്ഷെ പരിപാടിയൊക്കെ കുക്ക് ചെയ്യൂട്ടോ, പക്ഷെ ഇടയ്ക്കൊക്കെ അങ്ങനെ എപ്പോഴും ഇല്ല. ഇനി ഞാൻ ഇത് കണ്ടിട്ട് വേണം എനിക്ക് പോയിട്ട് പായസം ഉണ്ടാക്കാൻ. ഇത് എളുപ്പ ഈസി പായസം. അട വേവാൻ കുറച്ച് ടൈം എടുക്കും, അടയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് സിമ്മിലിട്ടിട്ട് സിമ്പിളിട്ടാ മതി. ആ അത് ഇങ്ങനെ ഈ പാലും അടയും നെയ്യും എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ട് ഇങ്ങോട്ട് വരട്ടെ. അല്ല ചേച്ചി എങ്ങനെയാ, ഭയങ്കര മധുരം ഇഷ്ടമുള്ള ആളാണോ അതല്ല ഞാൻ സ്പൈസി അങ്ങനെയാണോ? മധുരം വളരെ 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 കുറവാണ്, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ചില സമയത്ത് നമുക്ക് മധുരം കഴിക്കാൻ ഒരു കൊതി തോന്നുന്ന സമയത്ത് എന്തെങ്കിലും മിഠായി അല്ലെങ്കിൽ നല്ല കട്ടൻ ചായന്റെ കൂടെ മധുരമുള്ള ഒരു ബിസ്ക്കറ്റ്. അതെന്താ ഡയറ്റിന്റെ ബേസിലാണ്? ഇപ്പൊ കുറെ ആൾക്കാർ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട്. ഷുഗർ നമ്മളെ ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നമ്മളുടെ മുഖത്ത് ഉള്ള കുരുക്കളൊക്കെ പോവും. ആണല്ലേ? എന്റെ മുഖത്തുള്ള കുരുക്കളൊക്കെ പോയില്ലേ? പോയി. അപ്പം എന്റേത് ഷുഗർ ആയിരുന്നു എന്റെ. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഞാൻ ഇനി അടുത്തത് ഈ ഓണത്തിന് നിങ്ങൾക്കായി ഷുഗർ കട്ട് ചെയ്യുന്ന പഞ്ചസാര കമ്പനിക്കാർ എന്നെ വന്ന് അതെ ശരിയാക്കണം. ഞാൻ പറയും സുരഭി ചേച്ചി കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെ ഇനി നീ ഷുഗറും കൂടി കട്ട് ചെയ്താൽ നിന്നെ കാണൂല, നീ മൊത്തത്തിൽ കട്ടായി പോകും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഓക്കെ. ARMൽ റൊമാൻറ്റിക് സീനുകൾ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. എവിടുന്നു കേട്ടു? ഞാൻ കേട്ടു, അത് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ കേട്ടു റൊമാൻറ്റിക് സീനൊക്കെ ഉണ്ട് ടോവിനോടൊപ്പം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പറ. ഇവള് ഭയങ്കര കുൽസിതാണല്ലോ. ഇല്ല കുൽസിതൊന്നും അല്ല, പറ. ഇല്ല അങ്ങനെയല്ല, അതില് മണിയന്റെ മാണിക്യത്തിന്റെ അവരുടെ ഒരു സീനൊക്കെ ഉണ്ട്. പക്ഷെ അതില് ടൊവിനോയ്ക്ക് ഒരു ബ്രൗൺ കളറാണ് ആ സിനിമയിൽ. അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് അതിന്റെ ഒരു മൊത്തത്തിൽ നമ്മളുടെ ഒരു ഏരിയയുടെ ടോൺ അങ്ങനത്തെയാണ്. അപ്പൊ നമ്മളെല്ലാരും കറുപ്പിച്ച് അവരെയൊക്കെ ടൊവിനെ കുറച്ചും കൂടെ ഡാർക്ക് ആക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ തൊടുമ്പോ ഒക്കെ നമുക്ക് പേടി, കാരണം അത്രയും ചൂടും ലൈറ്റും നമുക്ക് ഇത്ര സ്പേസ് പോലും ഇല്ലാത്തൊരു മുറിയുടെ അകത്താണ്. അവിടെ നമ്മളുടെ ലൈറ്റ് എന്ന് പറയുന്നത് ഈ വിളക്കിന്റെ ലൈറ്റുകൾ വെച്ചിട്ടുള്ള ഒരു ഇതൊക്കെയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ലിമിറ്റ് ആവും. ഞങ്ങൾ ഈ ചിയോതി വിളക്ക് എന്ന് പറയുന്നത് അത് വേറെ വിളക്ക്, ഇത് വേറെ വിളക്ക്. ഞാനത് കേട്ടിരുന്നു ചിയോതി വിളക്ക്. അപ്പൊ ഇത് മണ്ണെണ്ണ വിളക്കും കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള എന്തോ ഒരു മൊട്ട വിളക്കോ അങ്ങനെ എന്തോ ഒരു അന്ധകാലം. അപ്പൊ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് എവിടെയും തൊടാൻ പറ്റില്ല. ടൊവിനോടെ തനി നിറം പുറത്തു വരും തൊട്ട് കഴിഞ്ഞാല്. ചൂടുകാരനല്ലേ? അതെ, വെളുത്ത നിറം. അപ്പൊ നിങ്ങൾ എങ്ങനെ റൊമാൻറ്റിക് സീൻ ചെയ്തു ചോദിക്കട്ടെ? തൊടുമ്പോ വളരെ ശ്രദ്ധിച്ച് തൊടണം. കാരണം ആ സമയത്ത് റോണക്സ് ആണ് അതിന്റെ മേക്കപ്പ്. കൊത്ത സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രൗൺ കളറിന്റെ ഫൗണ്ടേഷൻ ഇല്ല, നമുക്ക് കിട്ടാനില്ല. ഇവർക്ക് ഫുൾ ബോഡി, കാരണം കുറച്ച് ഭാഗത്ത് മാത്രമേ ഡ്രസ്സുള്ളൂ. അപ്പൊ നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത്. അപ്പൊ അതിങ്ങനെ നമ്മൾ വേർത്ത് പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ ടച്ച് ചെയ്യുന്നത്. അതെ. അപ്പൊ അത് മാറി പോകും. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. ചീമേനി പോയിട്ട് അവിടുത്തെ ഭാഷയൊക്കെ പഠിച്ചിരുന്നു. അവരുടെ ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക തര പയ്യന്നു ആ ഒരു ഇതില്. ഇപ്പം മൊത്തമായിട്ട് എന്താ പറഞ്ഞാൽ എല്ലാരും എക്സാക്ട് ആ ഒരു സ്ലാങ് പിടിക്കുക എന്നുള്ളതല്ല, നമ്മൾ അവിടെ ഉള്ള ആളുകളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, ആ രീതിയിൽ എല്ലാവരും എല്ലാ ആക്ടേഴ്സും ആ ഒരു സ്ലാങ് പിടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പൊ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല, അല്ലാതൊന്നും പറയാം. ചീമേനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഷേന്റെ ഒരു ഇതാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ഇതിലുള്ള ഡയലോഗുകൾ മാത്രമല്ലേ നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ. അത് മാത്രം പഠിച്ചു. അത് 2 കൊല്ലം 1.5 കൊല്ലം മുമ്പുള്ളതാണ്. ആണല്ലേ? നിനക്ക് വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിൽ പോയ സമയത്ത് അവിടെ റീൽ ചെയ്യുന്ന ഇതുണ്ട്. അപ്പൊ അവര് നമ്മളെ കൊണ്ട് അറബിയിൽ ഡയലോഗ് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ ട്രെയിലറിൽ ഒരു ഡയലോഗ് ഉണ്ട്, അല്ലെങ്കിൽ നീ കേട്ട് നോക്ക്, നിനക്ക് മനസ്സിലാവുമെന്നുള്ളത്. പിന്നെ അറബിയല്ല, മനസ്സിലാവും. ഹറാമി ഇല്ലന്തസൽ അൽബിൽത്താണെന്ന് തോന്നുന്നു. എല്ലാം മനസ്സിലായി. അതായത് എന്താ മീനിങ്? എന്താ? ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ എന്ന് പറയുന്ന ഗ്രാൻഡ് ഫാദർ കള്ളനാന്ന് പറയുന്നതാണത്. പഠിക്കാൻ എത്ര ദിവസം എടുത്തു? ഇല്ല പറയുന്നുണ്ട്, ഇത് മുന്നേ പഠിച്ചു വെച്ചല്ലേ? അല്ല, ഇത് പഠിച്ചു വെച്ച അവര് പറഞ്ഞ് നമ്മളെ കൊണ്ട് പഠിപ്പിച്ച്. അപ്പം എത്തിക്കൽ എന്തെങ്കിലും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഓർത്തു വെച്ചേ. ഹറാമി, ഹറാമി നമ്മൾ കേൾക്കുന്നതാണല്ലോ. അൽ ഇന്തസർ, അപ്പൊ ഞാൻ അത് ഹിന്ദി പോലെയാക്കി. ഇന്തസർ പോലെ അൽകുൽത്ത് എന്നുള്ള രീതിയിൽ വെച്ച് വെച്ചു. അപ്പൊ ഹറാമി ഇല്ലന്തസർ അൽബിൽദഹ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇത് പഠിക്കൂട്ടോ. എന്നിട്ട് ഞാൻ എനിക്കിപ്പോഴേ സുരഭി ചേച്ചി സംസാരിക്കുമ്പോ അല്ലേ, ഇപ്പോഴും ചിലപ്പോ ഞാനത് അങ്ങനെ ശീലിച്ചോണ്ടായിരിക്കും MIT മൂസയിലെ ആ ഒരു സ്ലാങ് എനിക്ക് ഇപ്പോഴും സംസാരിക്കുമ്പോ വരുന്നത്.
ചേച്ചി സംസാരിക്കുന്നത് കേൾക്കുമ്പോ? അതായത് MIT മൂസ എന്ന് പറയുന്ന ഒരു സീരിയല് കോഴിക്കോടൻ സ്ലാങ്ങിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ബേസിക്കലി ഒരു കോഴിക്കോട്ടുകാരിയാണ്. എനിക്കിപ്പം ഞാൻ സിനിമയിലായതുകൊണ്ട് ഭയങ്കര അച്ചടി ഭാഷ സംസാരിച്ച് അങ്ങനെ ഇംപ്രസ് ചെയ്യണം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്താണോ അതായിരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ലാണ്ട് ഒരു ഞാൻ എന്ന് പറയുന്ന ഒരു ഫ്രെയിമിലേക്ക് കയറി നിന്നിട്ട് ആ ഒരു അതെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിതത്തിലും അഭിനയിക്കേണ്ടി വരും. എനിക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ എന്താണോ ഇപ്പൊ നിനക്ക് ഇപ്പൊ എന്നോട് സംസാരിക്കുമ്പോൾ എന്താണോ തോന്നുന്നത് അത് തന്നെയാണ് ഞാൻ. അതിൽ എനിക്കത് മാറ്റിയിട്ട് ഞാനിപ്പോ കോഴിക്കോടായി പോയത് എൻ്റെ ഒരു കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ കോട്ടയം പോയി ജനിക്കുന്നത് കോഴിക്കോട് അഭിമാനം അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഫീൽ എനിക്കില്ല. ഞാൻ കാലടിയിൽ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അന്ന് നമുക്ക് വിവരമില്ലാത്ത സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ട് എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ആർട്ടിഫിഷ്യലായിരുന്നു. അപ്പൊ എന്റെ സാറ് പറഞ്ഞു, സുരഭി നീ ആയിട്ടിരുന്നാൽ മതി, നീ ചോദിക്കുന്ന മനസ്സിലാവുന്നവർ നിന്നോട് ഉത്തരം പറയും. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നില്ല. മറ്റേതിൽ കുറച്ചും കൂടി ഉണ്ട്. MIT മൂസയിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു 10-70 വയസ്സായിട്ടുള്ള, ഇത് കോഴിക്കോട് ഞങ്ങളുടെ നാട്ടിലെ സംസാരമാണ്, ഒരു 10-70 വയസ്സായിട്ടുള്ള ഒരു ഉമ്മുമ്മമാര് സംസാരിക്കുന്ന രീതിയിലാണ് നമ്മൾ അതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പായസം നീ ശ്രദ്ധിക്കണം, നീയാണ് കുടിക്കേണ്ടത്. അതേ അസിസ്റ്റന്റിനെ നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പൊ പക്ഷെ ഒരു കാര്യം കേട്ടോ, എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് എല്ലാവർക്കും ഇപ്പൊ സുരഭി ചേച്ചി സംസാരിക്കുന്നത് അങ്ങനെ കേൾക്കാൻ നമ്മളുടെ ഒരു ഐഡന്റിറ്റി ഇല്ലേ. പിന്നെ നമ്മൾ ക്യാരക്ടർ ആവുന്ന സമയത്ത് നമ്മൾ മാറ്റി സംസാരിച്ചാ പോരെ. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയിൽ ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അത് നീ കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ടെന്നൊക്കെ കണ്ടിട്ടില്ല ഇവിടെ. അപ്പൊ അവർക്ക് നിനക്ക് ശിക്ഷ കൊടുക്കും. നീ കുമാരിയിൽ ഞാൻ സംസാരിച്ച കിട്ടി. കുമാരി ഓക്കെ അത് വയനാട്ടിലുള്ള ഞാൻ സത്യസമ്മതിച്ചതൊക്കെ പായസം കൊടുക്കണ്ട, ഇവർക്ക് പായസം ഇല്ല. അങ്ങനെ പറയരുത്, എനിക്ക് പായസം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുമാരിയിലുള്ളത് വേറെ. അപ്പൊ നമ്മൾ ഓരോ ക്യാരക്ടർ ആകുന്ന സമയത്ത് ഓരോ ആക്ടറെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഭാഷ സംസാരിച്ചാൽ മതി, വ്യക്തി അത് സംസാരിക്കണമെന്നില്ല. അപ്പൊ നമ്മുടെ ഈ അജയന്റെ 2ാം മോഷണത്തിലേക്ക് വരുമ്പോ ഡബിങ് 2 രീതിയിൽ നമ്മളുടെ ഒരു ഏജിലുള്ള ഒരു ക്യാരക്ടറും ഉണ്ട്, പിന്നെ ഒരു 10-65 വയസ്സ് ആ ഒരു ഇതിലുള്ള വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ ചെയ്യണേ അങ്ങനെയാണ്. നമ്മൾ ആ ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഈ ഒരു 65 വയസ്സുള്ള ആ ഒരു ടൈമിലേക്കാണ്. പക്ഷേ ഈ 30 വയസ്സ് പെട്ടെന്ന് അങ്ങ് ചാടുകയല്ല നമ്മൾ. അപ്പോൾ ഓരോ വർഷവും അത് 31, 34 അല്ലെങ്കിൽ 36, 37, 38 ഓരോ വർഷത്തിലും ഇവരുടെ ലൈഫിൽ എന്തെല്ലാം സംഭവിച്ചു എന്ന് കൃത്യമായി എഴുതി ചിട്ടപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ 60 അത്രയും വയസ്സിലെ അത്രയും വർഷം. അപ്പൊ നിനക്ക് നിന്റെ ചെറുപ്പകാലത്തെ കുറെ ഓർമ്മകൾ പറയാൻ പറഞ്ഞാൽ ഒരു 10 പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? 10 കിട്ടൂല നമുക്ക്. അപ്പൊ പിന്നെ നമ്മൾ ഇരുന്ന് വീണ്ടും ആലോചിക്കുമ്പോഴാണ് കുറച്ചും കൂടി അടുത്തത് വരിക. പിന്നെ ആലോചിക്കുമ്പോഴാണ് അപ്പൊ നമ്മളെ തോട്ട്സിനെ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ ആണ് ആ ക്യാരക്ടറിന്റെ ഇതിലേക്ക് പോയത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കും ഇതിൽ മണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന് കളരി അറിയാം, അയാൾ ഇവിടെ കൊട്ടിയിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒടിയൻ വിദ്യകൾ അറിയാം, ഇങ്ങനെയൊക്കെ അറിയാം. അപ്പോൾ ആ മണിയൻ സെലക്ട് ചെയ്യുന്ന മാണിക്യം എന്ന് പറയുന്നത് അയാൾക്ക് ഈക്വലി നിൽക്കുന്നതോ അതിന്റെ കുറച്ച് മുകളിൽ എല്ലാം കൊണ്ടും നിൽക്കുന്ന ഒരു സ്ത്രീയായിരിക്കും അയാളുടെ വൈഫായിട്ട് എടുക്കുക. അപ്പൊ ഞാൻ ഈ സിനിമയിൽ കളരി ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ കളരിപ്പയറ്റ് പഠിച്ചിട്ടുണ്ട്. താന്ത്രിക് യോഗയുടെ കാര്യങ്ങൾ കളരിപ്പയറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ബാളും പരിചയം എന്നുള്ളതല്ല, കളരിപ്പയറ്റ് പഠിച്ചു തുടങ്ങി. ഞാൻ മെയ്പ്പയറ്റുകൾ മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ഭയങ്കര നല്ലൊരു നമ്മുടെ ഒരു ലൈഫിലേക്കും കൂടെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് കളരി, ഹിന്ദുസ്ഥാൻ കളരി കോഴിക്കോടുള്ള അവിടെ രേവതി ആശാൻ, അനന്താശാൻ, പിന്നെ താന്ത്രിക് യോഗയുടെ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ കുറച്ച് ബ്ലാക്ക് മാജിക്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമയിൽ ഞാൻ കളരി ചെയ്യുന്നില്ല, ടൊവിനോ ആണ് കളരിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. നമ്മളുടെ ക്യാരക്ടറിനെ നമുക്ക് വിശ്വസിക്കാൻ നമ്മൾ എത്രത്തോളം ആഴത്തിൽ മറ്റുള്ള ക്യാരക്ടറിനെ പഠിച്ചിട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിക്കുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് സിനിമയിൽ മനസ്സിലാവില്ല, അതൊരു ആക്ടർ ചെയ്യേണ്ട ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട്. അതെ, ആവാനല്ല, ആ ക്യാരക്ടറിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വിശ്വസിക്കണ്ടേ ഞാൻ ഇന്ന ആളാണെന്ന്, അതിനു വേണ്ടിയിട്ട്. പായസം റെഡി ആയോ? റെഡി ആയിക്കൊണ്ടിരിക്കും. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വരും, ഉണ്ടാക്കുന്ന ഞാനാണല്ലോ. ചെറുപയർ ഇഷ്ടാന്ന് പറഞ്ഞ ആളാ. പാലട ഫാൻ ആവുന്നൊക്കെ. ശരിക്കും പാലട ഇഷ്ടമല്ല? പാലട ഞാൻ അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് ശർക്കര പായസങ്ങളാണ് ഇഷ്ടം. പഴം പായസം, അതുപോലെ തന്നെ ചെറുപയർ പായസം, ഗോതമ്പ് പായസം, അങ്ങനത്തെ പായസങ്ങളോടാണ് എനിക്ക് പ്രിയം. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ ഇതും കുടിക്കും, ഇതിനപ്പുറവും കുടിക്കും.
ഇനി നമ്മൾക്ക് ഇത് ഏകദേശം റെഡി ആയ സ്ഥിതിക്ക് തീ അങ്ങ് കുറച്ചേക്കാം. ഓക്കെ, കുറയ്ക്കല്ല, ഓഫ് ചെയ്തേക്കാം. ഒരുവിധം ആയിട്ടുണ്ട് നമ്മളുടെ കഥ കൊണ്ടേ. അതെ അതെ അതെ, വളരെ നീണ്ടുപോയെന്നൊക്കെ. അതെ, പായസം അങ്ങ് തള്ളി 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 റെഡി. ഓക്കെ, ഇനി ഇത് ഇളക്കി കൊടുക്കണ്ടേ? ഇളക്കിയിട്ട് നീ പറയണത് എങ്ങനെയുണ്ട്. അതെ, ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്, എന്താവും അറിയില്ല എന്നൊക്കെ. കുറച്ച് ചൂടൊക്കെ ഒന്ന് തണിയട്ടെ, ഇവര് തമ്മിലുള്ള ആ ഒരു അന്തർധാര കറക്റ്റ് ആവട്ടെ. ഓക്കെ, ഒന്നിരിക്കണം. എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും, മീൻകറി ആയാലും പായസമായാലും ഒക്കെ ഒന്ന് സെറ്റ് ആവാൻ. ഓക്കെ, റെഡി ആയെന്ന് തോന്നുന്നു. എനിക്കൊരു ഗ്ലാസ് എടുത്തിട്ട് ഒഴിച്ചത്. ഓക്കെ, ബൗളുണ്ട്. ഇതിലാണോ ഒഴിച്ചത്? ഇതിലൊഴിച്ചോളൂ. അതിന്റെ ഇടയിൽ ഒരു പാട്ട് പാടിയിരുന്നല്ലോ. പാട്ടോ? ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പാട്ടൊക്കെ വൈറലായിരുന്നു അതിന്റെ ഇടയില്. അതൊക്കെ വെറുതെ നമ്മൾ, അത് ഓണത്തിന് പാടാൻ പറ്റിയ ഒരു പാട്ടാണോ? പാടാൻ പറ്റിയതല്ലെങ്കിലും കുറച്ച് പാടാം. ഇല്ല, അതല്ല, ഇതിനകത്തൊരു പാട്ടുണ്ട് എനിക്ക്. ഏതാ? ARM ഒരു പാട്ടുണ്ട്. അപ്പൊ ആ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ 62 ഫ്രെയിംസോ അങ്ങനെ എന്തോ ഒരു ഫ്രെയിം റേറ്റ് പറഞ്ഞു ജോമോന്റെ. അതിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതെനിക്ക് അറിയില്ല. അപ്പൊ അതില് ഇങ്ങനെ പാട്ടറിയില്ല പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര പതിഞ്ഞ താളത്തിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് വരുന്ന സമയത്ത് സൂപ്പർ സ്ലോ മോഷനിൽ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ 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 വരുന്നൊരു ആക്ഷനാണ് ഇത്. 62 ഫ്രെയിംസിൽ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് പാട്ട് ഇത്ര ഈ സ്പീഡാണത്. അപ്പൊ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ അമ്മും വേണം, നമ്മുടെ ബോഡി ലാംഗ്വേജ് വിടാൻ പറ്റില്ല. ഈ സ്പീഡിൽ ഇത്ര മിനിറ്റ് വിടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ അത് തിയേറ്റർ പഠിച്ചുകൊണ്ട് നമ്മൾ നാടകത്തിൽ എപ്പോഴും നമ്മൾ സ്റ്റേജ് ചെയ്യുന്ന ദിവസം അവിടെ റിഹേഴ്സൽ ഉണ്ടാവും. ഇപ്പൊ വൈകുന്നേരം 6 മണിക്ക് പ്ലേ ആണെങ്കിൽ നമ്മളൊരു 3 മണി മുതൽ ഒരു 5 മണി വരെ വാക്ക് ത്രൂ, സ്പീഡ് വാക്ക് ത്രൂ കഴിയും. അപ്പോൾ ഒരു 1.5 മണിക്കൂറുള്ള നാടകങ്ങൾ ഞങ്ങൾ 15 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് എന്തൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ പാട്ട് നിനക്ക് തരുന്നു. ആണല്ലേ, ആയിക്കോട്ടെ. അപ്പോഴും പാട്ട് പാടില്ല? പാട്ട് വേണ്ടടോ. വേണമെങ്കിൽ ഇല്ലുമിനാന്റിന്റെ ആള് പറഞ്ഞിട്ട് ഇനി ആ പാട്ട് പാടരുതെന്ന്. പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടമായി. കാരണം പുതിയ വേർഷൻ ആണല്ലോ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത. അത് ഞാൻ ഉണ്ടാക്കിയ വേർഷൻ അല്ല ശരിക്കും, അത് വേറൊരാൾ ഉണ്ടാക്കിയ വേർഷൻ. ഞാൻ സംഗതികൾ എന്റെ ദൈവമേ. വേണമെങ്കിൽ 2 ലൈൻ പാടാട്ടോ. ഈ ഓണത്തിന് പാടാൻ പറ്റുന്ന പാട്ടല്ലല്ലോ. എന്നാ ഓണത്തിന്റെ എന്തെങ്കിലും പാടാൻ പറ്റിയ പാട്ടുണ്ടോ? ഇല്ല. ഇനി നമുക്ക് പായസം കുടിക്കാം. പായസം ടേസ്റ്റ് ചെയ്യാൻ വർത്താനം പറഞ്ഞു പോവാ നമ്മള്. എനിക്ക് കൊതിയായി തുടങ്ങിയെന്നൊക്കെ. എന്താന്നറിയില്ല, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ പറയും എങ്ങനെ ഉണ്ടെന്ന്. ആദ്യം നമ്മൾ കുറച്ച് തള്ളണം, എന്നാലേ നിനക്ക് തോന്നൂ. അല്ലെങ്കിൽ പിന്നെ നീ ഓ ഇതേ ഉള്ളൂ. ഉണ്ടാക്കാനൊക്കെ നല്ല രസത്തിൽ ഉണ്ടാക്കി, പക്ഷെ കഴിക്കും പറയാം. നല്ലൊരു ബ്രൗൺ കളർ അല്ലേ, കാണുമ്പോ തന്നെ നമുക്ക് കൊതി വരും. ആ നെയ്യുടെ മണക്ക മോളെ. ഇതേ മൊഹബത്തിട്ട പായസാണ്. എന്ത് കുറവുണ്ടെങ്കിലും സ്നേഹം കൊണ്ട് ഇതങ്ങ് ബാലൻസ് ആവും. കുറച്ച് മതി കുടിച്ചു. ബാക്കി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഫുള്ള് കുടിച്ചോളാം എന്നൊക്കെ. നല്ല എക്സ്പ്രഷൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല എക്സ്പ്രഷൻ. എന്താ പറയണ്ടേ ആലോചിക്കട്ടെ. വേണ്ട, നീ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞാൽ എനിക്ക്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്താ പറയണ്ടേ? സത്യസന്ധമായിട്ട് സീരിയസ് ആയിട്ട് പറയാലോ, നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഈ നെയ്യ് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നെയ്യിന്റെ ഇതൊക്കെ. നീ എന്നും രാവിലെ നെയ്യ് കഴിക്കണം. അതെന്തിനാ? നല്ലതാ കേട്ടോ, ഹെൽത്തിനൊക്കെ നല്ലതാ. ഓക്കെ, ട്രൈ ചെയ്യാം. പക്ഷെ സീരിയസ് ആയിട്ട് പറയാൻ നല്ല രസമുണ്ട് കേട്ടോ. സ്വന്തമായി ടേസ്റ്റ് ചെയ്ത് ഈ എക്സ്പ്രഷൻ അല്ലേ വേണ്ടത്. ഇവള് ഞാൻ സ്വന്തമായിട്ട് പറയട്ടെ, നല്ല ടേസ്റ്റ് അങ്ങനെ പറഞ്ഞ ആൾക്കാർ കേട്ടില്ല. നീ ഒന്നും കൂടെ നീ ആ ഒരു എക്സ്പ്രഷൻ മനസ്സറിഞ്ഞ് ഇതൊന്ന് കുടിക്ക്. നല്ല അയ്യോ പോരെ. ഇപ്പൊ തന്നെ ഓഡിയൻസിന് ഏകദേശം മനസ്സിലായി. ഇല്ല, പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, പക്ഷെ നന്നായിട്ടുണ്ട്. ആ നെയ്യിന്റെ ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. കുറച്ച് പഞ്ചസാര കൂടുതലുണ്ട്. ഈ പാലട ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ല, കുറച്ച് പഞ്ചസാര കൂടുതലുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിക്സിലുള്ള പഞ്ചസാര ഞാൻ ഇത്രയും ഇടൂല. അതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇത് ഗംഭീര ഈ മധുരം എനിക്ക് കറക്റ്റാ. ഇത് ഗംഭീര പായസാ. ഓ, ഇനിയിപ്പോ ആൾക്കാര് പറയും വെറുതെ ഇരുന്ന് തള്ളോ എന്ന് പറയോ? സത്യമായിട്ടും അല്ല. ആണല്ലേ? സത്യമായിട്ടും അല്ല. നിങ്ങൾക്ക് എന്റെ വാക്ക് വിശ്വസിക്കാം. ഇവള് പറയുന്നത് നിങ്ങൾ നോക്കണ്ട. പക്ഷെ നന്നായിട്ടുണ്ട്. ഞാൻ നല്ലതെന്ന് പറഞ്ഞല്ലോ. പിന്നെ എക്സ്പ്രഷൻ കറക്റ്റ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കിട്ടാത്തോണ്ടാ. നീ ഇത് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയേ. ഓക്കെ, ഇനി ഞാൻ കഴിക്കണം. കൊള്ളാം, ശരിക്കും കൊള്ളാം. ഇപ്പൊ കുറച്ചൊക്കെ ശരിയായി.
ഇന്ന് നമ്മുടെ ഈ ക്രൂനൊക്കെ കൊടുത്ത് അതെ, നമുക്ക് ഈ ഇവരെല്ലാരും കലാപരിപാടി കഴിച്ച് ഇവിടെ ഇവര് പറയും. അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ പായസം എന്തായാലും അടിപൊളിയായിട്ട്. ഈ ഓണത്തിന് ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ARM ടൊവിനോ നായകനായെത്തുന്ന 3Dയിലുള്ള ജിതിൻ സംവിധാനം ചെയ്തിട്ടുള്ള സുജിത്തേട്ടൻ എഴുതിയിട്ടുള്ള സിനിമ ഓണസദ്യയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ ചെന്നൈയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ഉള്ള നടിമാരുണ്ട്. പക്ഷെ മലയാളത്തിൽ നിന്ന് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് 3 നായികമാരാണ് ഗൈസ്, 3 നായികമാർ. അപ്പോ മലയാളികളായിട്ടുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ ടൈറ്റ് കോമ്പറ്റീഷൻ 3 പേരിൽ ആരായിരിക്കും മികച്ചത്? അല്ല, അങ്ങനത്തെ കോമ്പിനേഷൻ ഓരോരുത്തർക്കും അവരവർക്ക് കൊടുത്തിട്ടുള്ള കഥ മാത്രമേ, എന്താ പറയാ, ക്യാരക്ടർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റവരുടെ കയറി ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളായിട്ടുള്ള എല്ലാവരും നമ്മളോടൊപ്പം നിന്ന് ഈ ഓണത്തിന് മിന്നിച്ചേക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും പോയി സിനിമ കാണണം. എല്ലാ പ്രേക്ഷകർക്കും എന്റെയും ARMന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.